24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ DMK മുന്നണി വലിയ നേട്ടമുണ്ടാക്കും എന്നാണ് ഇന്നലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും സൂചിപ്പിക്കുന്ന. മിക്ക ഏജൻസികളും ഇക്കാര്യം അടിവരയിട്ട് പറയുന്നു. ഈ ഇന്ത്യ മുന്നണിയുടെ എല്ലാവിധമായ അനുകൂല ഘടകങ്ങളും ഉപയോഗിച്ചായിരുന്നു DMK മുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനീഷ് മൂർത്തി, ഗുഡ് മോർണിംഗ്. മനീഷ്, ഒരുപക്ഷെ DMK മുന്നണി DMK ക്യാമ്പുകളിലൊക്കെ തന്നെ വലിയ ആഹ്ലാദം പകരുന്ന എക്സിറ്റ് പോൾ ഫലസൂചനയാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥ ഫലങ്ങൾ ഈ 4-ാം തീയതി വരാനിരിക്കെ എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നും നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്? ഗുഡ് മോർണിംഗ്. DMKയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായുള്ള ഒരു പ്രതികരണങ്ങളൊന്നും തന്നെ ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. കാരണം എക്സിറ്റ് പോളിൽ കൃത്യമായി പറയുന്നുണ്ട് DMKയുടെ ആ ഒരു മേധാവിത്വം എന്തായാലും തുടരുമെന്നുള്ളത്. അപ്പോൾ 2019-ലും 2021-ലും ഉണ്ടായ അതേ മേധാവിത്വം തുടരുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്കൊന്നും തന്നെ DMK കടന്നിട്ടില്ല. പക്ഷേ ഇവിടെ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് BJPക്ക് ഒരു തരത്തിലും ഒരു സീറ്റ് പോലും ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ അല്ലെങ്കിൽ പലതവണ ഉറപ്പിച്ച് പറഞ്ഞതാണ് DMK ആണെങ്കിലും ഇന്ത്യ ബ്ലോക്ക് ആണെങ്കിലും ഒക്കെ. പക്ഷേ ഇവിടെ 1 മുതൽ 3 സീറ്റുകൾ വരെ BJPക്ക് ലഭിക്കും, NDA സഖ്യത്തിന് ലഭിക്കും എന്നുള്ളതാണ് ഇന്നലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത്. അത് തമിഴ്നാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ DMK സഖ്യത്തെ സംബന്ധിച്ചൊക്കെ വലിയ തിരിച്ചടിയായി തന്നെ നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ്. അണ്ണാ DMK ഇത്തവണയും സംപൂജരായി തന്നെ പോകുമെന്നുള്ളതാണ്. അത് ഭൂരിഭാഗം സർവേ ഫലങ്ങളും എടുത്താൽ സംപൂജരാണ് അണ്ണാ DMK എന്നുള്ളതാണ് എല്ലാ സർവേ ഫലങ്ങളിലും വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും DMKക്ക് ഏകദേശം, അതായത് കഴിഞ്ഞ തവണ നമുക്ക് കഴിഞ്ഞ 2019-ലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. തമിഴ്നാട്ടിലെ 37-ൽ 39-ൽ 38 സീറ്റുകളും DMK തന്നെയായിരുന്നു കൈവശം വെച്ച ഇന്ത്യ ബ്ലോക്ക്. അന്നത്തെ മഴവിൽ സഖ്യം ഇപ്പോൾ അത് ഇന്ത്യ ബ്ലോക്കായി മാറിയിരിക്കുന്നു. അന്നത്തെ മഴവിൽ സഖ്യം തന്നെയായിരുന്നു വിജയിച്ചു കയറിയത്. അത് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു എല്ലാ സീറ്റുകളിലും വിജയിച്ചു കയറിയത്. അതിൽ ഭൂരിഭാഗം ആളുകളും ഇത്തവണയും മത്സരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി അല്ലെങ്കിൽ മഴവിൽ സഖ്യത്തിന്റെ ഭാഗമായി തന്നെ മത്സരിക്കുന്നുണ്ട്. അതെല്ലാം വളരെ കൃത്യമായി തന്നെയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ദക്ഷിണേന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം BJP ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് തമിഴ്നാടിനെ തന്നെയായിരുന്നു. അത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഏറ്റവും അധികം വന്നു പോയതും ഒരുപക്ഷെ തമിഴ്നാട്ടിൽ തന്നെയായിരിക്കും. അപ്പോൾ അതെല്ലാം തന്നെ കൃത്യമായ അർത്ഥത്തിൽ വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് BJP അല്ലെങ്കിൽ NDA പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, അണ്ണാമലൈ മത്സരിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ ആണെങ്കിലും, ഈ തമിഴിസൈ സൗന്ദരരാജൻ, അതായത് മുൻ ഗവർണറായിട്ടുള്ള തമിഴിസൈ സൗന്ദരരാജൻ മത്സരിക്കുന്ന ചെന്നൈ സൗത്ത് ആണെങ്കിലും, കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കന്യാകുമാരിയിലാണെങ്കിലും, നിലവിലുള്ള കേന്ദ്രമന്ത്രി എൽ മുരുകൻ മത്സരിക്കുന്ന നീലഗിരിയിലാണെങ്കിലും, ഇവിടങ്ങളിലൊക്കെ എന്തായാലും BJP പ്രതീക്ഷ വെക്കുന്നുണ്ട്, NDA പ്രതീക്ഷ വെക്കുന്നുണ്ട്. അവിടങ്ങളിൽ 1 മുതൽ 3 സീറ്റുകൾ വരെ എന്തായാലും BJPക്ക് പറയുന്നുണ്ട്, NDAക്ക് പറയുന്നുണ്ട്. സർവേ ഫലങ്ങൾ അത് വളരെ ആശ്വാസം പകരുന്ന അല്ലെങ്കിൽ BJPക്ക് വലിയ നേട്ടം എന്ന് തന്നെ ഉയർത്തി കാണിക്കാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ തമിഴ്നാട്ടിൽ. പക്ഷേ DMKക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ്. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.